നമ്മൾ യോശുവയുടെ ചരിത്രത്തിലൂടെ മുമ്പോട്ട് പോവുകയാണല്ലോ. നമുക്ക് പാടാം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. അശുദ്ധിയെ തകർത്തു നാം കുതിച്ചിടണം, വിശുദ്ധന്റെ വിശുദ്ധരായി ജയിച്ചിടണം. അശുദ്ധിയെ തകർത്തു നാം കുതിച്ചിടണം, വിശുദ്ധന്റെ വിശുദ്ധരായി ജയിച്ചിടണം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. മിസ്രൈമിന്റെ 10 ബാധകളെ ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. ചെങ്കടൽ പിളർന്നതിനെ ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. മിസ്രൈമിന്റെ 10 ബാധകളെ ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. ചെങ്കടൽ പിളർന്നതിനെ ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. ഫറവോന്റെ സൈന്യത്തെ അന്ന് ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. സീഹോനെയും അന്ന് ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. ഫറവോന്റെ സൈന്യത്തെ അന്ന് ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. സീഹോനെയും ഓഗിനെയും അന്ന് ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. കാൽ ചവിട്ടി പിടിച്ചു അന്നു ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. തപ്പും കിന്നരവും പാടി ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. കാൽ ചവിട്ടി പിടിച്ചു ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. തപ്പും കിന്നരവും പാടി ജയിച്ച വീരത്തിൽ നാം എന്നും മുന്നേറണം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. അശുദ്ധിയെ തകർത്തു നാം കുതിച്ചിടണം, വിശുദ്ധന്റെ വിശുദ്ധരായി ജയിച്ചിടണം. അശുദ്ധിയെ തകർത്തു നാം കുതിച്ചിടണം, വിശുദ്ധന്റെ വിശുദ്ധരായി ജയിച്ചിടണം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം. വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. പാഠവാക്യം യോശുവ 1:3. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യോശുവ 1:3. മോശയുടെ മരണശേഷം ദൈവം യോശുവയോട് സംസാരിച്ചു. എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകും. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് യോശുവയോട് ദൈവം സംസാരിച്ചു. ഇതേ വാക്കുകളായിരുന്നു മോശ യോശുവയോട് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ചിലതുകൂടി ദൈവം യോശുവയോട് പറഞ്ഞു.
ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നീ രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും എന്ന് ദൈവം യോശുവയോട് പറഞ്ഞു. ഏത് പുസ്തകത്തെയാണ് ദൈവം പറഞ്ഞത്? അതെ, തീർച്ചയായും ബൈബിളിനെ പറ്റിയാണല്ലേ. ബൈബിളിൻ്റെ അധിക ഭാഗങ്ങൾ യോശുവയുടെ പക്കലില്ലായിരുന്നു. ആദ്യത്തെ 5 പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അങ്ങനെ ആ 5 ഗ്രന്ഥങ്ങളാണ്, ന്യായപ്രമാണങ്ങളാണ് യോശുവയ്ക്ക് അനുഗ്രഹമായിട്ട് ഉണ്ടായിരുന്നത്. നമുക്കിന്ന് 66 പുസ്തകങ്ങളടങ്ങിയ ബൈബിൾ ദൈവം കർത്താവ് തന്നിട്ടുണ്ട്. അത് രാവും പകലും ധ്യാനിക്കുവാൻ നാം കടംപെട്ടവരാണ്. അപ്പോൾ ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കാനും നമുക്ക് സാധിക്കും. ഇവിടെ ഇതാ ആവർത്തന പുസ്തകം 34:9 നാം കാണുന്നു. നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മാ പൂർണ്ണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. എങ്കിലും മുമ്പിലുള്ള വലിയ പ്രതിസന്ധികളും ഓർത്തപ്പോൾ ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാലും കർത്താവിനെ യോശുവ വിശ്വസിച്ച് മുന്നോട്ട് പോയി. യോശുവ ചുമതല ഏറ്റെടുത്ത് ജനത്തിൻ്റെ മേൽ പ്രമാണികളായിരുന്നവരോട് സംസാരിച്ചു. അവരോട് യോശുവ പറഞ്ഞു, നിങ്ങൾ പോയി ജനത്തോട് പറയുക, അടുത്ത 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെയുള്ള കനാൻ ദേശത്ത് കടക്കേണ്ടതാകിയാൽ ഭക്ഷണസാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന്. പിന്നെ യോശുവ താൻ തന്നെ ജനത്തിൻ്റെ ഇടയിൽ ചെന്നപ്പോൾ ദൈവവും മോശയും ചെയ്തതുപോലെ ജനങ്ങളും യോശുവയെ ഉത്സാഹിച്ചു. അവർ പറഞ്ഞു, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ആളുകൾ യോശുവയെ ഉത്സാഹിപ്പിച്ചപ്പോൾ യോശുവയ്ക്ക് എന്ത് സന്തോഷം തോന്നിക്കാണും അല്ലേ. നമ്മൾ ധൈര്യപ്പെടുന്ന വാക്കുകൾ പറയാനിടയാകട്ടെ. ആത്മീയ പോർക്കളത്തിലുള്ളവരോട്, നിരാശപ്പെട്ടിരിക്കുന്നവരോടൊക്കെയും നമുക്ക് കഷ്ടത്തിലിരിക്കുന്നവരോടൊക്കെയും നമുക്ക് ഒരു ഉത്തേജനം നൽകുന്ന വാക്കുകൾ പറയാനായിട്ട് നമുക്കും ഇടയായിത്തീരട്ടെ. ആരോ ചിലർ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ 7 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു, പ്രിയ ദൈവമേ, അവരെ ധൈര്യപ്പെടുത്തണമേ എന്ന്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം മോശ പറഞ്ഞു, യോശുവേ നീ ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അടുത്തത് ദൈവം അവനോട് കൂടെ ഉള്ളതിനാൽ ധൈര്യപ്പെടാൻ ദൈവം തന്നെ പറഞ്ഞു. ഒരേ കാര്യം 3 പ്രാവശ്യം കേൾക്കുവാൻ ദൈവം എന്തിനാണ് യോശുവയ്ക്ക് അവസരം നൽകിയത്? എന്തുകൊണ്ടാണ് മമ്മി ഒരു കാര്യം പിന്നെയും നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ മറക്കാതിരിക്കാൻ, അത് അനുസരിക്കാനാണ് അല്ലേ? അതുപോലെയായിരുന്നു യോശുവയോട് ജനത്തെ നയിക്കാൻ ഓരോ പടിയിലും ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന്, അതിനാവശ്യമായ ശക്തി നൽകുമെന്നും അവൻ മറക്കാതിരിക്കാൻ അവനെ അനുഗ്രഹിച്ചു. മുമ്പോട്ടുള്ള വഴി എത്രയോ ദുർഘടമായ, യുദ്ധം എത്ര ഭയങ്കരമായിരുന്നാലും ദൈവം അവനോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്നു, ധൈര്യപ്പെടുത്തുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിൽ നാം എന്നും മുന്നേറണം, എന്നും മുന്നേറണം, വിശുദ്ധിയെ തികച്ചു നാം മുന്നേറണം, എന്നും മുന്നേറണം. ഗോഡ് ബ്ലെസ് യു.